40 ഓവറിൽ 499 റൺസ് പിറന്നൊരു മത്സരത്തിൽ ബൗളിംഗിന്റെ ആവലാതി പറയുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇന്ത്യയുടെ ബൗളിംഗ് യൂണിറ്റ്, പ്രത്യേകിച്ച് ലോക 1-ാം നമ്പർ ബൗളറടക്കം ഈ വിധം അടി വാങ്ങുന്നത് അത്ര നല്ലതല്ല. ഫിൻ അലനെയും സീഫർട്ടിനെയും പോലെയുള്ള കാടനടിക്കാർ കലാശ പോരാട്ടത്തിൽ കാത്തിരിക്കുമ്പോൾ. സഞ്ജു സാംസൺ വിശേഷിപ്പിച്ചതുപോലെ ജസ്പ്രീത് ബുംറ ഒരു ജനറേഷൻ ബൗളറാണ്. നിർണായകമായ സെമി ഫൈനലിൽ 33 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂവെങ്കിലും അദ്ദേഹത്തിൻ്റെ ഇക്കോണമി 8.20 മാത്രമാണ്. ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ചേർത്ത് ആകെ 12 പേർ എറിഞ്ഞതിൽ 10-ൽ താഴെ ഇക്കോണമിയുള്ള 2 താരങ്ങളെയുള്ളൂ. ബുംറ കഴിഞ്ഞാൽ അത് ഹാർദിക് പാണ്ഡ്യയാണ്. അദ്ദേഹത്തിൻ്റെത് 9.50 ഈ ലോകകപ്പിലാകെ ബുംറയുടെ ഇക്കോണമി 6.62. ബാറ്റർമാർ കൂറ്റൻ സ്കോറുകൾ അടിച്ചുകൂട്ടിയ ഈ ലോകകപ്പിൽ ഇതിനേക്കാൾ മികച്ച ഇക്കോണമിയിൽ പന്തെറിഞ്ഞ ബൗളർമാർ വേറെയില്ല. എന്നും എപ്പോഴും നമുക്ക് ബുംറയെ ആശ്രയിക്കാനാവില്ല. അദ്ദേഹത്തിനൊരു മോശം ദിവസം വന്നാൽ അത് ബാധിക്കുന്നത് 147 കോടി ജനങ്ങളുടെ പ്രതീക്ഷയും പ്രാർത്ഥനയുമാണ്. ബുംറയൊഴിച്ച് മാച്ച് വിന്നർ എന്ന് പറയാനുള്ള ബൗളർ പോലും നമുക്കില്ല എന്നതാണ് വസ്തുത. ആദ്യം പ്രതീക്ഷയോടെ വന്ന് വലിയ തിരിച്ചടി നേരിട്ട വരുൺ ചക്രവർത്തിയെക്കുറിച്ച് തന്നെ പറയാം. ലോക 1-ാം നമ്പർ ബൗളറാണ് അദ്ദേഹം. ബാറ്റർമാർക്ക് ഒരു പിടിയും കിട്ടാത്ത രീതിയിൽ പന്തെറിഞ്ഞ് മിസ്റ്ററി സ്പിന്നർ എന്ന പേര് സമ്പാദിച്ച താരം. ലോകകപ്പിൽ ഇന്ത്യയുടെ പ്രതീക്ഷകൾ അത്രയും വരുണിനെയും ആശ്രയിച്ചായിരുന്നു. മിഡിൽ ഓർഡറിൽ എതിർ ടീമിനെ വരിഞ്ഞു മുറുക്കാൻ സൂര്യകുമാർ യാദവിന്റെ കയ്യിലുണ്ടായിരുന്ന വജ്രായുധം. USA-ക്കെതിരായ ലോകകപ്പിലെ ആദ്യ മത്സരത്തിൽ 4 ഓവറിൽ 24 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്, ഇക്കോണമി 6. നമീബിയക്കെതിരെ 2 ഓവർ മാത്രം എറിഞ്ഞു, 7 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 3 വിക്കറ്റ്, ഇക്കോണമി 3.50 മാത്രം. പാകിസ്ഥാനെതിരായ ലോകം മുഴുവൻ ഉറ്റുനോക്കിയ മത്സരത്തിൽ 3 ഓവറിൽ 5.67 ഇക്കോണമിയിൽ 2 വിക്കറ്റ്. നെതർലൻഡ്സിനെതിരായ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ 3 ഓവറിൽ 14-ന് 3 വിക്കറ്റ്, ഇക്കോണമി 4.67. ഗ്രൂപ്പ് ഘട്ടം പിന്നിട്ടപ്പോൾ 4 മത്സരങ്ങളിൽ നിന്ന് 9 വിക്കറ്റ്, ഇക്കോണമി 5-നടുത്ത്. ഇന്ത്യയുടെ പതാകവാഹകനായി വരുൺ മാറുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു. എന്നാൽ സൂപ്പർ 8 മുതൽ കഥ മാറി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ മത്സരം അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പ്രോട്ടിയാസ് വരുണിനെ തിരഞ്ഞു പിടിച്ചടിച്ചു. 4 ഓവർ എറിഞ്ഞ വരുൺ വഴങ്ങിയത് 47 റൺസ്, ലഭിച്ചത് 1 വിക്കറ്റ് മാത്രം. അവിടെ തുടങ്ങുന്നു വരുണിന്റെ വീഴ്ച. പിന്നീട് എതിർ ടീം വരുണിനെതിരെ കൃത്യമായ പദ്ധതി ഉണ്ടാക്കി. അതിൽ അവരെല്ലാം വിജയിക്കുകയും ചെയ്തു. സിംബാബ്വെക്കെതിരെ ചെപ്പോക്കിൽ നടന്ന സൂപ്പർ 8-ലെ 2-ാം മത്സരത്തിലും വരുൺ അടിവാങ്ങി. 4 ഓവറിൽ 35 റൺസ് വിട്ടുകൊടുത്ത് 1 വിക്കറ്റ്, ഇക്കോണമി 8.75. ശിവം ദുബെ കഴിഞ്ഞാൽ അന്ന് ഏറ്റവും കൂടുതൽ അടിവാങ്ങിയ താരം വരുണായിരുന്നു. വെസ്റ്റ് ഇൻഡീസിനെതിരായ നിർണായക മത്സരത്തിലും വരുണിനെ നിലത്ത് നിർത്തിയില്ല. 4 ഓവറിൽ 40 റൺസ്, 1 വിക്കറ്റ്, ഇക്കോണമി 10. വാങ്കഡയിലെ സെമി പോരാട്ടത്തിൽ 4 ഓവറിൽ 64 റൺസാണ് വഴങ്ങിയത്, 1 വിക്കറ്റ്, ഇക്കോണമി 16. അതിൽ തന്നെ ഇതാദ്യമായി വരുൺ തുടർച്ചയായി 3 സിക്സറുകളും വഴങ്ങി. ഗ്രൂപ്പ് ഘട്ടത്തിൽ 5 ഇക്കോണമിയിൽ 4 മത്സരത്തിൽ നിന്ന് 9 വിക്കറ്റ് എടുത്ത വരുൺ പിന്നീടുള്ള 4 മത്സരത്തിൽ നേടിയത് 4 വിക്കറ്റ് മാത്രം, വഴങ്ങിയത് 186 റൺസ്. ഇന്ത്യൻ മുൻതാരം മുഹമ്മദ് കൈഫ് വരുണിനെ നിരീക്ഷിക്കുന്നത് ഇങ്ങനെയാണ്: ബാറ്റർമാർ റൺസ് അടിക്കാൻ തുടങ്ങിയാൽ വരുൺ പതറുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ സ്വാഭാവികമായ വിക്കറ്റ് ടു വിക്കറ്റ് ലൈൻ വിട്ട് ബാക്ക് ഓൺ ദി പാഡ്സ് പന്തെറിയാൻ തുടങ്ങുന്നു. ഇത് ബാറ്റർമാർക്ക് കാര്യങ്ങൾ കൂടുതൽ എളുപ്പമാക്കുന്നു. ബാറ്റർമാർ ഇപ്പോൾ വരുണിൻ്റെ ഗൂഗിളിക്കായി കാത്തിരിക്കുകയാണ്. അവനൊരു ഓഫ് സ്പിന്നർ പോലെയാണ് പന്തെറിയുന്നത് എന്നവർ കരുതുന്നു. പന്ത് സ്റ്റെമ്പിലേക്ക് വരുമെന്ന് അവർക്ക് ഉറപ്പുള്ളതിനാൽ സ്ട്രൈറ്റ് ഷോട്ടുകളും ലോങ് ഓൺ ഷോട്ടുകളും കളിക്കാൻ അവർക്ക് എളുപ്പമാണ്. ഈ ടൂർണമെൻറ്റിൽ വരുൺ വളരെ കുറച്ച് മാത്രമേ ലെഗ് സ്പിന്നുകൾ എറിഞ്ഞിട്ടുള്ളൂവെന്നും കൈഫ് കൂട്ടിച്ചേർത്തു. എന്നിരുന്നാലും ഈ സാഹചര്യത്തിലും ലോകകപ്പിലെ വിക്കറ്റ് വേട്ടക്കാരിൽ വരുൺ മുന്നിൽ തന്നെയുണ്ട്. ആകെ 8 മത്സരങ്ങളിൽ നിന്ന് 13 വിക്കറ്റുകൾ. മത്സരവും ഇക്കോണമിയും നോക്കുമ്പോൾ വരുണിൻ്റെ സ്ഥാനം 4-മതാണ്. USA-യുടെ ഷാഡ്ലി ഷാൽവിക് 4 മത്സരത്തിൽ നിന്ന് 13 വിക്കറ്റ്. സിംബാബ്വെയുടെ മുസറബാനി 6 കളികളിൽ നിന്ന് 13 വിക്കറ്റ്. ഇംഗ്ലണ്ടിലെ ആദിൽ റഷീദ് 8 കളികളിൽ നിന്ന് 13 വിക്കറ്റ്. പിന്നെ വരുണും. ഇതിൽ ഏറ്റവും മോശം ഇക്കോണമിയുള്ളത് വരുണിനാണ്, ഏകദേശം 9-നടുത്ത്. എങ്കിലും ഇതിൽ ശേഷിക്കുന്നത് വരുൺ മാത്രമായതിനാൽ ഫൈനലിൽ 1 വിക്കറ്റ് കൂടി നേടിയാൽ അദ്ദേഹത്തിന് ലീഡിംഗ് വിക്കറ്റ് ടേക്കറാകാം. പക്ഷേ കിരീടം മാത്രം ലക്ഷ്യമിടുന്ന ഇന്ത്യ കലാശ പോരാട്ടത്തിൽ വരുണിനെ പുറത്തിരുത്തുമോ എന്ന് കണ്ടറിയണം. വരുൺ ചക്രവർത്തിക്ക് പകരം വരാനുള്ളത് കുൽദീപാണ്. എന്നാൽ ലോകകപ്പിന് തൊട്ടു മുമ്പ് നടന്ന പരമ്പരയിൽ ന്യൂസിലൻഡിനെതിരെ നന്നായി അടിവാങ്ങിയിട്ടുണ്ട് കുൽദീപ്.
അന്ന് ഡാരിൽ മിച്ചലിന്റെ മുൻപിലടക്കം എത്രയോ തവണ കുൽദീപ് ക്ലൂലെസ് ആയത് നമ്മൾ കണ്ടതുമാണ്. ക്രിക്കറ്റ് സർക്കിളുകളിലെ മറ്റൊരു ചർച്ച ഹർഷ്ദീപ് സിംഗിന്റെ ഫോമിനെ കുറിച്ചാണ്. ഹർഷ്ദീപ് സിംഗിനെ പുറത്തിരുത്തി മുഹമ്മദ് സിറാജിനെ ഇറക്കണമെന്നാണ് ഒരു കൂട്ടരുടെ വാദം. അക്ഷരാർത്ഥത്തിൽ ക്വാർട്ടർ ഫൈനലായ വെസ്റ്റ് ഇൻഡീസിനെതിരായ മത്സരത്തിൽ 4 ഓവറിൽ 43 റൺസാണ് ഹർഷ്ദീപ് വഴങ്ങിയത്. വിക്കറ്റൊന്നും നേടാനുമായില്ല. ഇംഗ്ലണ്ടിനെതിരായ സെമിയിൽ വഴങ്ങിയത് 51 റൺസും 12ലേറെയാണ് ഇക്കോണമി. ഫൈനലിൽ ഹർഷ്ദീപിനെ പുറത്തിരുത്തി മുഹമ്മദ് സിറാജിനെ കൊണ്ടുവരണമെന്നാണ് മറ്റൊരു അഭിപ്രായം. സിറാജ് ആണെങ്കിൽ ഈ ലോകകപ്പിൽ തന്നെ അപ്രതീക്ഷിത എൻട്രി ആയിരുന്നു. കിട്ടിയ അവസരങ്ങൾ നന്നായി മുതലാക്കിയിട്ടുമുണ്ട്. എങ്കിലും യോർക്കർ ചെയ്യാനുള്ള കഴിവും ലെഫ്റ്റ് ആം പേസർ എന്ന ആനുകൂല്യവും ഹർഷ്ദീപിനുണ്ട്. ക്രൂഷ്യൽ വിക്കറ്റ് നേടാനുള്ള മിടുക്കും. മാത്രമല്ല ഫൈനൽ പോലെ അത്രയും നിർണായകമായ പോരാട്ടത്തിൽ ഇനി വിന്നിംഗ് കോമ്പിനേഷൻ പൊളിക്കാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം വരുണിന് പകരം കുൽദീപിനെയും ഹർഷ്ദീപിന് പകരം സിറാജിനെയും ഇനി പരിഗണിച്ചേക്കില്ല. പക്ഷേ കപ്പ് മാത്രം ലക്ഷ്യമിടുന്നതും 2 വർഷം മുമ്പ് ഇതേ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നിന്നേറ്റ മുറിവും ഇപ്പോഴും ഉണങ്ങാതെ കിടപ്പുണ്ട്. ജയിക്കാനായി ഏതറ്റം വരെയും സൂര്യകുമാർ യാദവും ഗൗതം ഗംഭീറും പോകുമെന്നുറപ്പാണ്. ബാറ്റിങ്ങിൽ ഇപ്പോൾ ആശങ്കകളില്ല. മലയാളത്തിൻ്റെ സഞ്ജു സാംസൺ ഒറ്റയ്ക്ക് രാജ്യത്തെ ചുമലിലേറ്റുന്നുണ്ട്. ബോളർമാർ കൂടെ തിളങ്ങിയാൽ ഇതാദ്യമായി ഒരു രാജ്യം 2020 ലോകകപ്പ് നിലനിർത്തും. നമുക്കതിന് കഴിയട്ടെ.